There has been a widespread and systematic killing and harming of children between 7th October 2023 and 7th October 2025. We have witnessed more than 20,000 children who've been killed and more than 44,000 children who've been injured. ഗസയിൽ തുടരുന്ന സൈനിക നടപടികളിൽ പലസ്തീനിലെ കുട്ടികൾ യാദൃശ്ചികമായി കൊല്ലപ്പെടുകയല്ല, മറിച്ച് അവരെ കൃത്യമായ ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം വധിക്കുകയാണെന്ന അതീവ ഗുരുതരമായ കണ്ടെത്തലാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ജനതയെ പിറന്ന മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കുഞ്ഞുങ്ങളെ വേട്ടയാടുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു. UN-ന്റെ അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾക്കായുള്ള സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷനാണ് ചൊവ്വാഴ്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. കിഴക്കൻ ജെറുസലേമും ഇസ്രായേലും ഉൾപ്പെടെ അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ ഗസയിൽ മാത്രം 20,000-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയും 44,000-ഓളം കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആകെ മരണം ഇതിനകം 70,000 കടന്നു കഴിഞ്ഞു. ഫലസ്തീനിലെ കുട്ടികൾ ഇസ്രായേൽ സുരക്ഷാ സേനയുടെ ബോധപൂർവമായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുവെന്ന് വെറുതെ പറയുന്നതല്ല, അതിന് കൃത്യമായ തെളിവുകളുടെ പിൻബലമുണ്ടെന്ന് കമ്മീഷൻ അധ്യക്ഷനായ ശ്രീനിവാസൻ മുരളീധരൻ റിപ്പോർട്ടിനൊപ്പമുള്ള കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗസയിൽ ആകെ കൊല്ലപ്പെട്ട ആളുകളിൽ 30% കുട്ടികളാണെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും റിപ്പോർട്ടിലുണ്ട്. ജനസാന്ദ്രതയേറിയ റെസിഡൻഷ്യൽ ഏരിയകളിൽ മാരകമായ ബോംബുകളും സ്ഫോടക വസ്തുക്കളും ഇസ്രായേൽ നിരന്തരം പ്രയോഗിക്കുന്നുണ്ട്. കുട്ടികൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നടപടിയെന്നും ഇത് മനഃപൂർവ്വമുള്ള കൊലപാതകങ്ങളാണെന്നുമാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. വാർത്തയിലെ ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന മറ്റൊരു വശം 2025 ഒക്ടോബറിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും കുട്ടികൾക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നതാണ്. രാജ്യാന്തര നിയമങ്ങളെയോ വെടിനിർത്തൽ വ്യവസ്ഥകളെയോ ലവലേശം മാനിക്കാതെയാണ് ഇസ്രായേൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. യുദ്ധഭൂമിയിൽ കുഞ്ഞുങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഹമാസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ആക്രമണം നടത്തുന്നത്. കുട്ടികളെ കൂട്ടത്തോടെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിടുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. വെറുമൊരു സൈനിക നീക്കത്തിനപ്പുറം ഒരു ജനതയുടെ ഭാവിയെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഗസയിൽ നടപ്പാക്കപ്പെടുന്നുണ്ട്. ഗസയിലെ നവജാത ശിശുക്കളുടെ പരിചരണ കേന്ദ്രങ്ങളും പ്രസവ ചികിത്സാ ആശുപത്രികളും ഇസ്രായേൽ മനഃപൂർവ്വം തകർത്തു. ഇത് ഫലസ്തീനികളുടെ അടുത്ത തലമുറയുടെ ജനനത്തെയും അതിജീവനത്തെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സംരക്ഷണം നൽകിയിരുന്ന അനാഥാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂർണ്ണമായി തകർക്കപ്പെട്ടു. ഗസയിലെ കുട്ടികൾ നേരിടുന്ന കടുത്ത പട്ടിണിയും മരുന്നുകളുടെ അഭാവവും അവരുടെ ശാരീരിക മാനസിക വളർച്ചയെ എന്നേക്കുമായി തകർക്കുന്നതാണ്. സംഘർഷം അവസാനിച്ചാൽ പോലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത അത്ര വലിയ അധിനിവേശ മാനസിക ആഘാതമാണ് ഗാസയിലെ കുട്ടികൾ അനുഭവിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഗസയിൽ മാത്രമല്ല, അധിനിവേശ വെസ്റ്റ് ബാങ്കിലും കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതായി UN കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കുട്ടികളെ അനധികൃതമായി തടങ്കലിൽ വയ്ക്കുകയും ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നുവെന്ന് UN റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകളെല്ലാം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ഇസ്രായേൽ. തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തയ്യാറാക്കിയ അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണിതെന്നും ഹമാസ് സാധാരണ ജനങ്ങളെയും ആശുപത്രികളെയും മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നതെന്നുമുള്ള സ്ഥിരം വാദം ആവർത്തിക്കുക മാത്രമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ ഇതിന് നേതൃത്വം നൽകുന്നുവെന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലും കമ്മീഷൻ ആരോപിച്ചിരുന്നു. എന്നാൽ തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് വളച്ചൊടിച്ച റിപ്പോർട്ടാണെന്നായിരുന്നു ഇസ്രായേലിൻ്റെ വാദം. രാജ്യാന്തര സമൂഹത്തിന് ഇനിയും ഈ അതിക്രമത്തിനെതിരെ കണ്ണടച്ചിരിക്കാൻ കഴിയില്ലെന്നാണ് UN കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നത്. കുട്ടികളെ ലക്ഷ്യമിടുന്നതിലൂടെ പലസ്തീനിലെ മനുഷ്യരുടെ ഭാവിയെയാണ് ഇസ്രായേൽ തുടച്ചു നീക്കുന്നത്. ഈ യുദ്ധക്കുറ്റങ്ങൾക്കെതിരെയും വംശഹത്യക്കെതിരെയും ആഗോള സമൂഹം ഒന്നിച്ച് രംഗത്തിറങ്ങേണ്ടതുണ്ട്. അത് വൈകിയാൽ ഏറ്റവും ഹീനമായി നിസ്സഹായരായ ഒരു കൂട്ടം മനുഷ്യരെ ജനിച്ച മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുമ്പോൾ മരവിച്ച നീതിബോധവുമായി കൈകെട്ടി നോക്കി നിന്ന് വരുന്ന ദുഷ്പേരാവും ചരിത്രം നമ്മൾ ഓരോരുത്തർക്കുമായി കാത്തുവെച്ചിട്ടുണ്ടാവുക.